ജന്മദിനമിതം ഐ പ്രിയ സഖേ ചന്ദനോ തുമേ ചന്ദനോ തുതേ സർവദാ മുദം പ്രാർത്ഥയാമഹേ ഭവസദായുഷീ ഈശ്വര സദാ ത്വം ച രക്ഷതു പുണ്യകർമ്മണ കീർത്തിമാർജയ ജീവനം തവ ഭവതു സാർത്ഥകം ജീവനം തവ ഭവതു സാർത്ഥകം ജീവനം തവ ഭവതു സാർത്ഥകം. ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കരുതുന്ന ശ്രീ വേലായുധേട്ടൻ്റെ സപ്തതി മംഗളാശംസാ ദശകം, അതൊരു ദശകം 10 ശ്ലോകമായിട്ടാണ് ഞാനിവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കണം, ശ്രവിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 7 തലമുറ മുൻപുള്ള പൂർവികർ താമസമാക്കിയ ചിറയുടെ കരയിലായി ചിറങ്ങര നാമം ലഭിച്ച ഭവനത്തിൽ ഉദിച്ചൊരാദിത്യനെ പോലെ ജനിച്ചു. മാതാപിതാക്കളാം പാപ്പുവും കുട്ടിയും മാലോകർക്കായിട്ടങ്ങിട്ടൊരു നാമം ദേവസൈന്യാധിപൻ വേലായുധൻ പിന്നെ വീടിനും നാടിനും നാഥനായി മാറി. മാതാപിതാവിന്നെ കൂടപ്പിറപ്പുകൾ ഏവർക്കും താങ്ങായി തണലായി വളർന്നവൻ നാടുവിട്ടേറെ നാൾ ലോകസഞ്ചാരിയായി ജീവനമെന്നാലും വേരു മറന്നില്ല. ശൈശവ ബാല്യത്തിൽ ഉൾക്കൊണ്ട സത്യത്തെ സ്വായത്തമാക്കിയ പിൽക്കാല ജീവിതം ജ്ഞാനമാണീശ്വരനെന്നു ഉറപ്പിച്ചു. ഏറെ പഠിച്ചുന്നതോദ്യോഗവും നേടി. മൂല കുടുംബാധിദേവതക്കാലയം സാധിതമാക്കുവാൻ മുൻകൈയെടുത്തു. ദൈവീക സംസ്കാര ജീവിത മാതൃക സ്വജീവിത പന്ഥാവിൽ കാട്ടിക്കൊടുത്തു. സത്സംഗവും ഗുരുപൂജയും ധ്യാനവും നിത്യകർമ്മങ്ങളായി സ്വീകരിച്ചു. സജ്ജന സാമൂഹ്യ സേവനം ചെയ്യുവാൻ തനമനധനവും ത്യജിച്ചിതേറെ. സംസാരസാഗരം താണ്ടുന്ന കപ്പലിൻ നാഥൻ ഭഗവാൻ നാരായണനെങ്കിൽ
ഏഴുലകൊക്കെയും ചുറ്റുന്ന കപ്പലിൻ നാഥനാം കപ്പിത്താനത്രേ ഭവാൻ. ജീവിതനിഷ്ഠയിൽ അഗ്രേസരനായി കൂടെയുള്ളവർക്കെല്ലാം കാരുണ്യമേകി കാലദേശത്തിനനുസൃത ജീവിതം ഏറെ വിജയത്തിളക്കമാർന്നങ്ങനെ കോട്ടപ്പടിയും കടന്നു പടർന്നിഹോ കാലടിപ്പാടുകൾ നീണ്ടങ്ങനെ കോട്ടക്കാവമ്മതൻ കാരുണ്യ സഞ്ചയം കാത്തുരക്ഷിക്കുമാറാകട്ടെ എപ്പോഴും. സപ്തദശകങ്ങൾ പൂർത്തീകരിച്ചൊരാ സത്കുമാരരെ വിനീതനായേറനാൾ നിവേദനിലാവിഴും ജീവിതയാത്ര ഇതേറെ സംവത്സരം നീണ്ടു നിന്നിടട്ടെ. ചിൽ പുരുഷപദം പ്രാപ്യമായിടട്ടെ ശിഷ്ടമാം ജീവിതം ധന്യമായി തീരട്ടെ. ചിൽ പുരുഷപദം പ്രാപ്യമായിടട്ടെ ശിഷ്ടമാം ജീവിതം ധന്യമായി തീരട്ടെ. ഒരു മിനിറ്റ്, ഇതില് ഒന്നും വിശദീകരിക്കേണ്ട ചില ഭാഗങ്ങൾ എനിക്ക് എന്റെ മനസ്സിൽ ഇത് തോന്നിച്ചതിന്റെ പിന്നിൽ ചില പ്രേരണകളുണ്ട്. അതിൽ ആദ്യത്തെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, 7 തലമുറ മുമ്പ് ഇവിടെ വന്നതും അതൊക്കെ. ദേവസൈന്യാധിപൻ സുബ്രഹ്മണ്യന്റെ ദേവന്മാരുടെ സൈന്യാധിപന്റെ പേരാണ് വേലായുധൻ. അത് മനസ്സിലായിട്ടുണ്ടാവും. മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും താങ്ങായി, അത് മനസ്സിലായിട്ടുണ്ടാവും. നാട് വിട്ടേറെ നാൾ ലോകസഞ്ചാരിയായത് എല്ലാവർക്കും അറിയാം. ജീവനം എന്ന് പറഞ്ഞാൽ ജോലി നടത്തണം. ജീവനം എന്നാലും ജീവനത്തിനായിട്ടാണ് ലോകസഞ്ചാരം ചെയ്തത്. പക്ഷെ അപ്പോഴും പേര് മറന്നില്ല, ഇവിടെ തന്നെ വന്നു കൂടി. പിന്നെ ശൈശവ ബാല്യത്തിൽ ഉൾക്കൊണ്ട സത്യം, അത് ഞാൻ എഴുതുമ്പോ എന്റെ മനസ്സിൽ ചെറുപ്രായത്തിൽ ഒരു വലിയ അഭിമാനമുള്ള ഒരു സംഘടനയിൽ സ്വയം സേവകനായി മാറിയ ആ ഒരു ബേസാണ് എന്റെ മനസ്സിൽ ഓർമ്മ വന്നത്. അത് പറയാതെ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നതിന്റെ എല്ലാം ആധാരം, എന്റെ സർവഗുണങ്ങളും തികഞ്ഞ ആളാണ് വേലായുധൻ ചേട്ടൻ എന്ന് നാം പറയുമ്പോൾ അതിന്റെ ഏറിയ പങ്കും സ്വയം സേവകത്തിൽ നിന്ന് തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. അതാണ് ഞാൻ ആ വരി അങ്ങനെ എഴുതിയത്. അതാണ് സ്വായത്തമാക്കി അദ്ദേഹം പിൽക്കാല ജീവിതത്തിൽ കൊണ്ടു നടന്നത്. പിന്നെ അറിവ്, ഇപ്പൊ ഇവിടെ ഈ 3 ദിവസത്തെ പരിപാടി നടത്തണം എന്ന് പറയുമ്പോൾ വിളിക്കുമ്പോൾ ഒരു 30 പ്രാവശ്യമെങ്കിലും എന്നോട് പറയുന്നുണ്ട്, ബാക്കിയൊക്കെ ചുരുക്കി മതി, നമുക്ക് അറിവ് കൊടുക്കണം, അതാണ് വേണ്ടത് എന്ന് എപ്പോഴും പറയുമായിരുന്നു വേലായുധൻ ചേട്ടൻ. നമ്മുടെ സമൂഹത്തിന് അതാണ് ആവശ്യം. പൂജയൊക്കെ കുറച്ച് വേഗം കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ അറിവ് ആണ് ഈശ്വരൻ എന്നുള്ള ബോധ്യം ഉള്ള ആളാണ്. പിന്നെ മൂലകുടുംബ ദേവതയ്ക്ക് വേണ്ടി ആലയം പണിതതും ആ ദൈവ സംസ്കാരം പുലർത്തിയതും സത്സംഗം, ഗുരുപൂജ, ധ്യാനം, നമ്മുടെ ശ്രീ ഗുരുജിയുടെ വത്സല ശിഷ്യനാണ്. അദ്ദേഹത്തെ നേരിട്ട് തന്നെ അനുഗ്രഹം വാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളിൽ ഒരാളാണ്. ഇപ്പോഴും അത് ജീവിതത്തിൽ പകർത്തുന്ന ആളാണ് എന്നുള്ളത് എന്റെ മനസ്സിൽ വന്നതാണ് ആ വരി എഴുതിയപ്പോൾ. പിന്നെ നമ്മളെ സംസാര സാഗരം താണ്ടുന്ന കപ്പല്, അതുപോലെ മറ്റൊരു കപ്പിത്താൻ, അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ജീവിത നിഷ്ഠയിൽ അഗ്രേസരൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നു, പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ, നിഷ്ഠയുടെ കാര്യത്തിൽ അഗ്രേസരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിൽ തന്നെയാണ്, അതാണ് അർത്ഥം. കൂടെയുള്ളവർക്കെല്ലാം കാരുണ്യമേകിയെന്ന് എഴുതുമ്പോൾ അത് അനുഭവിച്ച ഞാൻ അത് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമുക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സത്യമാണെന്ന്. കാലദേശത്തിനനുസൃത ജീവിതം, അതായത് വയസ്സ് 70 ആയെങ്കിലും 17ന്റെ യൗവനം. കാലം മാറുന്നതിനനുസരിച്ച് പുതിയ തലമുറയോട് സംവദിക്കുവാൻ, ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള ലോക ജീവിതത്തോടൊപ്പം നീങ്ങാനുമുള്ള കഴിവ്, അതെനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
എനിക്ക് പോലും സാധിക്കുന്നില്ല ഈ കമ്പ്യൂട്ടർ യുഗത്തില് ആ സ്പീഡിനൊപ്പം പോകാൻ എനിക്ക് സാധിക്കാറില്ല പലപ്പോഴും. സാധിക്കാറില്ല, സത്യമാണത്. പക്ഷെ വേലായുധേട്ടന്റെ ആ ഒരു സ്പീഡ് കാലത്തിനും അതുപോലെ ദേശത്തിനും അനുസരിച്ച് അതിനോട് അറ്റാച്ച് ചെയ്ത് അതിനോട് ഒപ്പം സഞ്ചരിക്കാനുള്ള ഒരു കഴിവ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാവരും മനസ്സിലായി, അപ്പൊ തന്നെ ഒരു ചിരി വന്നു. വിനീത, നിവേദ, നിലാവ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് വളരെ വൈകി ഇന്ന് ഉച്ചയ്ക്ക് തോന്നി എഴുതിയതാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്റെ ചെയ്യേണ്ടിയിരുന്നത് ഒരു നന്നായിട്ട് ഫ്രെയിം ചെയ്ത ഒരു ഫലകമായിട്ട് കൊടുക്കേണ്ടതാണ്. അത് ഇനിയാണെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാനിത് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഞാനൊരു ആദരവ്. എനിക്ക് ഇന്ന് കിട്ടിയതിൽ ഏറ്റവും വലിപ്പം കൂടിയ 2 ഗിഫ്റ്റ. ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും വിലപിടിപ്പുള്ളതാണ് രമേശ് എഴുതിയത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്നലെ വൈകുന്നേരമാണ് ഭാവന തോന്നി. ഇന്ന് ഇത് ഇത്രയും എഴുതിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാവ്യം, മനസ്സിന്റെ ഇത് വളരെ വിശാലമാണ്. പിന്നെ എന്റെ കുഞ്ഞോള് ഫോട്ടോ എന്റെ കുഞ്ഞോള് 2 ഫോട്ടോ ഉണ്ടാക്കി എനിക്ക് വേണ്ടിട്ട് പടം വരച്ചു. അത് അവളുടെ കഴിവ് എനിക്ക് അറിയില്ലായിരുന്നു. അവൾക്ക് എല്ലാവർക്കും ഓരോന്നും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇത്ര കഴിവുള്ള കുട്ടിയാന്ന് അറിയില്ലായിരുന്നു. അത് കണ്ടപ്പോൾ എന്റെ മനസ്സിന് എന്ത് കുളിർമ അറിയാം. ഇങ്ങനെ ഒരു കലയുള്ള ഒരു കുട്ടി നമ്മുടെ കുടുംബത്തിലുണ്ട്. ആരാ ആള് മനസ്സിലായി? എനിക്ക് 3D ലൈറ്റ് താഴെ ഇടുമ്പോ 3D ഇടും. ഹലോ ചാച്ചാ, വിഷ് യു ഹാപ്പി ബർത്ത്ഡേ ചാച്ചാ. ഇന്ന് ചാച്ചന്റെ സപ്തതിയാണല്ലോ. എന്നെ ഞാനാക്കാൻ ചെറുപ്പം മുതലേ എന്റെ കൂടെ നിന്ന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന എന്റെ ചാച്ചന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ആരോഗ്യത്തോടും സന്തോഷത്തോടും സുഖത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടി നമ്മുടെ മുതുമുത്തച്ഛന്റെ 101ാം പിറന്നാൾ ആഘോഷിച്ചതുപോലെ ചാച്ചന്റെയും പിറന്നാൾ ആഘോഷിക്കാൻ ആയി കാത്തിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ കുടുംബത്തിലെ എല്ലാവരുടെയും നല്ലതിനായി ചാച്ചൻ ചെയ്തതൊന്നും ആർക്കും മറക്കാനാവില്ല. കുഞ്ഞിലെ ചാച്ചൻ വരാൻ വേണ്ടി കാത്തിരിക്കും, ചോക്ലേറ്റിന് വേണ്ടി, പിന്നെ ചാച്ചന്റെ കൂടെ കറങ്ങാനായിട്ട്. ആദ്യമായിട്ട് എനിക്ക് ചുരിദാർ വാങ്ങിത്തന്നതും സാരി വാങ്ങിത്തന്നതും ഇന്നും ഓർക്കുന്നു. എന്റെ കല്യാണത്തിന് അച്ഛന്റെ ഒപ്പം നിന്ന് ഒന്നിനും ഒരു കുറവ് വരുത്താതെ എല്ലാം ഭംഗിയായി നടത്തി തന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. തുടർന്ന് ബോംബെയിൽ എത്തിയതിനു ശേഷവും ചാച്ചനും കുഞ്ഞമ്മയായിരുന്നു എല്ലാത്തിനും ഒരു താങ്ങും കടലുമായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ചാച്ചനെന്ന് വെച്ചാൽ ജീവനാണ്. ഒരു ഫാമിലിയുടെ മുഴുവനും നെടുത്തോണായി നിന്ന് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നിലനിന്ന ചാച്ചന്റെ കുടുംബത്തിൽ തന്നെ അടുത്ത ജന്മത്തിൽ ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ക്യാമറമാന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനും ദേവി പോയിട്ടില്ലേ. ഓക്കെ, എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday to you. Happy birthday dear Chachan. Happy birthday to you. സപ്തതിയുടെ നിറവിലേക്ക് കടക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിച്ചാച്ചന്
എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. ഒത്തിരി സ്നേഹത്തോടെ. ഹാപ്പി ബർത്ത്ഡേ ചാച്ച. ഹാപ്പി ബർത്ത്ഡേ. എഴുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന ചാച്ചന് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ചാച്ച. ഹാപ്പി ബർത്ത്ഡേ. Very very happy 70th birthday ചാച്ചൻ. Very happy birthday, Chachan. Happy birthday, Chachan. All the best wishes. Have a nice party. 20ാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളിന് പിറന്നാൾ ആശംസകൾ നേരുന്നു. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞാനേക്ക് പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഈ വരുന്ന ഡിസംബർ 4-ാം തീയതി സപ്തി ആഘോഷിക്കുന്ന ആദർശധീരനായ നമ്മുടെ സ്നേഹനിധിയായ കുഞ്ഞുമാവന് 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞുമാവന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദീർഘനാൾ മാവൻ ആയുരാരോഗ്യത്തോടെയും ഐശ്വര്യത്തോടെയും വരാൻ വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലവ് യു. കുഞ്ഞുമാവന് 1000 പിറന്നാൾ ആശംസകൾ. 70ാം പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞമ്മാവന് എൻ്റെ പിറന്നാൾ ആശംസകൾ. ഉമ്മ ഉമ്മ ഉമ്മ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുഞ്ഞമ്മാവ. ഉമ്മ ഉമ്മ ഉമ്മ. ഞങ്ങൾക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നൽകട്ടെ ഈശ്വരൻ. ഹായ്. പിറന്നാൾ ആശംസകളോടൊപ്പം 1000 പൂർണ്ണചന്ദ്രനെ കാണാനുള്ള സൗഭാഗ്യം ഈശ്വരൻ നൽകട്ടെ. അമ്മാവന് പിറന്നാൾ ആശംസകൾ. ലില്ലോ മാവേ അമ്മാവന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ അമ്മാവ. ഹാപ്പി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയോ? കോട്ടപ്പടി അമ്പലത്തിൽ പോയോ? അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ കഴിച്ചോ? കേക്കൊക്കെ വായിച്ചോ? ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? സന്തോഷമൊക്കെ ആയോ? സന്തോഷമായിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞമ്മാവ. പ്രിയ അളിയൻ 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഹലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. കുഞ്ഞാപ്പാ, ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ വിഷ് ചെയ്യാൻ കൂടുതലായിട്ട്. ഇപ്പം ഞാനൊരു പാട്ടേ കുഞ്ഞാപ്പ എനിക്ക് വേണ്ടിയിട്ട് 2 ലൈൻ പാടാം കേട്ടോ. കേട്ടോളൂ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, പെണ്ണ തരാം ഗോപാല മുകുന്ദ, പെണ്ണ തരാം ഗോപാല. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, പെണ്ണ തരാം ഗോപാല മുകുന്ദ, പെണ്ണ തരാം ഗോപാല. നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ, നൃത്തം ഞാനെങ്ങനെ ആടും സഖികളെ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ, ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. ഹലോ കുഞ്ഞമാവ. ഹലോ കുഞ്ഞുമാവ. കുഞ്ഞമാവന് നമ്മുടെ വക സപ്തതി ആശംസകൾ. സപ്തതി എന്ന് പറയാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സപ്തതി അന്ന് ആരും കണ്ടാ പറയത്തില്ല. അവിടെ വലിയ ബാനർ ഒട്ടിച്ചു വെക്കണം 70th ബർത്ത്ഡേ എന്ന്.
കണ്ടാ 40 എന്നൊക്കെ തോന്നത്തുള്ളൂ. അടുത്ത ആഴ്ച അവിടെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ നമുക്ക് വരാൻ നിവൃത്തിയില്ല. എന്നിരുന്നാലും ഡിസംബർ അവസാനം നമ്മൾ നാട്ടിൽ വരുമ്പോൾ കോട്ടപ്പടിയിൽ നമുക്കൊന്നുകൂടെ കൂടാം. കുഞ്ഞമ്മാവൻ്റെ വിശേഷങ്ങളും കഥകളും ബാർബക്യൂവും സപ്തഋഷി വിശേഷങ്ങളുമായി നമുക്കൊന്നുകൂടെ കൂടാം. ആബ്സല്യൂട്ട്ലി. നമ്മുടെ കൂടലിൽ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത്. My best memories in life are the ones that I spent in Nerul with you, Kunyandi, Nila and Nived. ചെറുപ്പകാലം തൊട്ടേ it was not a second home, it was home to me. And നമ്മുടെ കുട്ടി കുട്ടി ട്രിപ്സ് പുറത്തു പോകൽ, നമ്മൾ എത്രമാത്രം ട്രിപ്സ് ഒക്കെ അടിച്ചു. എസൽ വേൾഡ്, വാട്ടർ കിങ്ഡം and all the gala I had growing up are some of my bestest memories. പിന്നെ നമ്മുടെ ടീനേജ് ടൈമിൽ നെരൂരിലെ എല്ലാ വീക്കെൻഡുള്ള ഗെറ്റ് ടുഗെദർ അതും ഞാൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുമാവൻ നാട്ടിൽ പോയ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്തത് അതാണ്. ഈവൻ നൗ അങ്ങനത്തെ ഗെറ്റ് ടുഗെദേഴ്സ് ഇപ്പം ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ബട്ട് നമുക്ക് ഡിസംബർ 2 സപ്തതി പാർട്ട് 2 നടത്താം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ഡിസംബർ 1st വീക്കിൽ പാർട്ട് 1 എൻജോയ് ചെയ്തോളൂ. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് എൻജോയ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചക്കരെ ഹാപ്പി സപ്തതി. ഹാപ്പി സപ്തതി. ഡിസംബർ അവസാനം കാണാം. യെസ്. Hello Kunimama. Okay, I'm really bad at this, but since this is your birthday, video chedalle pattu. So wish you many happy returns of the day. May you always be this happy and this young forever. And in this special occasion, I would like to take this opportunity to thank you for always being there for us and loving us unconditionally. Love you. Once again, happy birthday. Happy birthday ചേട്ടാ. Happy birthday uncle. കുഞ്ഞുകുഞ്ഞന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാൾ ആശംസകൾ. Happy birthday, Uncle. May this occasion be a huge blast. You keep on inspiring us every day with your contagious energy and positive attitude. May you be an example to all. And once again, happy birthday and God bless you. Love you. Hello, sir. Wishing you a very happy birthday. I also wish you wellness and peace of mind for your entire lifetime. I've known you since past 10 years and I really feel blessed to have known you. Thank you for your guidance and sharing your wisdom with me. I've learned to be a lifetime learner from a learned person like you. I'll try to be as positive as you are, and this is my birthday gift for you. Thank you. Enjoy your day, sir. Hi Uncle Velu, wish you a very happy birthday. God bless you. Hi Cheta, wishing a day filled with smiles and laughter and wishing a day as special as you. Happy birthday. And I hope that all the blessings in this world come to you and also you live a happy life forever. Thank you. Hello Captain Velayathan, hope you're doing well. Wish you many happy returns of the day. We all miss you in Mayuresh. You're one of the best participants in this society. Thank you, take care and have a great time ahead. Hello Captain, happy birthday to you. Hope Vinita is also doing well.